സരീഷ് തുടരുന്നുണ്ട്. സരീഷ്, ഇന്നലെ നമുക്കറിയാം തെർമൽ ഇമേജ്, ഐബോർഡ്, അതോടൊപ്പം റഡാറൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇനി ചൂരൽമലയിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ മൃതദേഹത്തിൻ്റെ സാന്നിധ്യമില്ല എന്നുള്ള തരത്തിലൊക്കെ വിവരങ്ങൾ വന്നിരുന്നു. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ്. അത്തരത്തിൽ തന്നെയാണോ കരുതുന്നത്? അപ്പോൾ ഇനിയൊരു ക്യാഷ്വാലിറ്റി പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണോ? എങ്ങനെയാണ് സരീഷ് ആ തരത്തിലുള്ള വിവരങ്ങൾ? തെർമൽ സ്കാനർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും അവിടെ ഇനി മനുഷ്യ സാന്നിധ്യമില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് അത്രത്തോളം ഉറപ്പിക്കാൻ എന്നൊരു സംശയമുണ്ട്. കാരണം നിലവിലെ ഒരു സാഹചര്യത്തിൽ ഹീറ്റ്, അതായത് ബോഡി അല്ലെങ്കിൽ മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ചൂടുണ്ടെങ്കിൽ മാത്രമാണ് ഈ തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വ്യക്തമാവുക എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ സംഭവം നടന്ന് 3 ദിവസം കഴിയുന്നു, ഇന്ന് 4ാം ദിവസമാണ്. അപ്പോൾ പലപ്പോഴും ഈ അടിയിലായതുകൊണ്ട് തന്നെ അത്രത്തോളം മനുഷ്യ ശരീരത്തിൽ ചൂട് എത്രത്തോളം നിൽക്കും എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കൃത്യമായി അത് എന്ന സംശയം കൂടി ബാക്കി നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷേ ആ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ട, അത് തിരിച്ച് ബന്ധുക്കൾക്ക് നൽകേണ്ട ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനും ഒപ്പം തന്നെ ഈ രക്ഷാ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും അതിനുള്ള ശ്രമം തന്നെയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഈ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അവിടേക്കാണ് കൂടുതൽ ആളുകളെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തകർ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൈന്യത്തിൻ്റെയും NDRFിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സേനകൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിന് എത്രയോ മടങ്ങ് ആളുകളാണ് ഈ സന്നദ്ധ പ്രവർത്തകരായി ഈ മേഖലയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഓരോ മണിക്കൂറിലും 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ തയ്യാറായിക്കൊണ്ട് ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം അവിടത്തേക്ക് കടത്തിവിടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ നിലവിലുള്ള സൈന്യത്തിൻ്റെ ബലം അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ആളുകൾ എത്തുന്നതോടെ ഈ രക്ഷാപ്രവർത്തനം അതിവേഗം പൂർത്തീകരിക്കാനാകും. ആ രക്ഷാപ്രവർത്തനം അതിവേഗം പൂർത്തീകരിച്ച് ആളുകളെ പുറത്തേക്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ദൗത്യസംഘം ലക്ഷ്യമിടുന്നതും. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വേഗത്തിൽ ഈ രക്ഷാദൗത്യം ാണ് ഈ പുറത്തു നിന്നുള്ള വൈദഗ്ധ്യം നേടിയിട്ടുള്ള, ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുൻപും നേതൃത്വം നൽകിയിട്ടുള്ള, ഈ മേഖലയെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകളുടെ സേവനം ഇവിടെ ലഭിക്കുന്നതും അവരെല്ലാം കൃത്യമായി അവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറുന്നു. ഓരോ ബാച്ചിൻ്റെയും പല വിഭാഗങ്ങളിൽ നിന്ന്, വിവിധ സംഘടനകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അവരെല്ലാം പോലീസുമായി സഹകരിച്ച് പോലീസിന് വിവരങ്ങൾ കൈമാറുന്നു. അതിനുശേഷം ആ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് കൂട്ടമായി തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അത്തരത്തിൽ ഇവർ കൂടി ആ മേഖലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടും. ആ വേഗം കൂടുന്നത് ആളുകളെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് കൂടി സഹായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി 200-ലേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെ കണ്ടെത്തും, അല്ലെങ്കിൽ ഇവർ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില സംശയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ചൂരൽമല ഉൾപ്പെടെയുള്ള ഈ ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞതാണ്. ഈ ക്യാമ്പുകളിൽ എത്താത്തവരെ കുറിച്ച്, അതായത് ക്യാമ്പുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈന്യം തീർത്ത, അല്ലെങ്കിൽ സൈന്യം പുഴയ്ക്ക് കുറുകെ ഒരു പാലം തീർത്തിരുന്നു. ആ പാലത്തിനോട് ചേർന്ന് നിരവധി കടകളും ഒപ്പം തന്നെ ഒരു മേഖലയുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ ഉള്ളവർ പലപ്പോഴും ഇവിടെ നിന്നും ഈ രാത്രി ബന്ധുവീടുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ആളുകൾ, വിവരം ലഭിക്കാത്ത ആളുകളെ ആണ് ഇപ്പോൾ മിസ്സിംഗ് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചില്ല. അപ്പോൾ ഇവിടെ പോലും ആളുകളെ കാണാനില്ല, അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താനുണ്ട്. അതായത് ഈ താഴ്ന്ന പ്രദേശമാണ്. ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് മാറി താമസിക്കാൻ കഴിയുന്ന
ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാറാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ മാറാൻ സാധിക്കുന്ന തരത്തിലുള്ള മേഖലയിൽ പോലും ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകളെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിനു മുകളിലാണ് ഈ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖല. അപ്പോൾ അവിടെ എത്രത്തോളം ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നത് ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും രണ്ട് മേഖല കേന്ദ്രീകരിച്ച് മുകളിലുള്ള, അതായത് വേലിപ്പാലത്തിലൂടെ കടന്ന് മുകളിലുള്ള രണ്ട് മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ അല്പസമയത്തിനകം, ഉപകരണങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തീരുമാനമാകും. കാരണം മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഈ സ്ഥലത്തേക്ക്, അതായത് രക്ഷാപ്രവർത്തനം ഇന്നലെയൊക്കെ നടന്നു, പക്ഷെ ഇന്ന് കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചുള്ള, വാഹനം എത്തിച്ചുള്ള പരിശോധന നടക്കുന്ന ഈ മേഖലയിലേക്ക് ADGP ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർ കൂടി അവിടെ എത്തുമ്പോൾ നിലവിലൊരു രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്, കൂടുതൽ ആളുകളെ അവിടെ വിന്യസിക്കേണ്ടതുണ്ടോ, കൂടുതൽ ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തീരുമാനമാവുക അവർ കൂടി എത്തുമ്പോഴാണ്. അവരുടെ എത്തിയതിനു ശേഷം അവിടെ ഒരു അവലോകന യോഗം ചേരും എന്നാണ്. അതായത് നിലവിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സേനാംഗങ്ങൾ, NDRFന്റെയും സൈന്യത്തിന്റെയും സേനാംഗങ്ങളും പോലീസിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇവരും മുതിർന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു കൂടിയാലോചന നടക്കും. ആ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഏത് തരത്തിലുള്ള ആക്ഷൻ പ്ലാനാണ് അവിടെ നടപ്പിലാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം എടുക്കുക. നിലവിൽ ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള എത്തിച്ച് കുഴിച്ചുള്ള പരിശോധനകൾ നടത്തുക എന്നുള്ളൊരു പ്ലാനാണ് ഇന്നലെ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ ഈ ദൗത്യ സേനാംഗങ്ങളും റവന്യൂ വകുപ്പിനും ഒപ്പം തന്നെ മന്ത്രിമാർക്കും മുന്നിൽ വെച്ചത്. കാരണം ഏതെങ്കിലും രീതിയിൽ ഇനി ആളുകളെ കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യണം, ഒപ്പം തന്നെ പാറക്കല്ലുകൾ നീക്കം ചെയ്യണം, വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, അത് നീക്കണം. ശരി, അത്തരത്തിൽ കേരളത്തിന്റെ ഉള്ളുലച്ച ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ 4ാം ദിനം ആദ്യ മണിക്കൂറിൽ പുരോഗമിക്കുകയാണ്.